ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് അനഘ സ്റ്റഡി വേൾഡ്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ യൂണിറ്റ് 9 ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജനാധിപത്യത്തിൻ്റെ അർത്ഥവും അതിൻ്റെ സ്കോപ്പിനെ പറ്റിയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡയലോഗൊക്കെ തന്നിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാം, ഇതിൽ കുറേ എഴുതിയിട്ടുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? പക്ഷെ ഞാനല്ല എഴുതിയത്. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൽ തന്നെയുള്ള അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത്ര വൃത്തികേടായിട്ടൊന്നുമല്ല, നല്ല ക്ലീനായിട്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് അത് കണ്ടാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും എനിക്കറിയാം ടെക്സ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ടെക്സ്റ്റ് ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ എല്ലാവർക്കും. അപ്പം ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക, സംഭവം നിങ്ങൾക്ക് കത്തിക്കോളും. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ 3 കുട്ടികളെ നമുക്ക് കാണാം. കുട്ടികളല്ല, എനിക്ക് തോന്നുന്നു ചേച്ചിയും അനിയൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് 3 പേരെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ പറയാണ്, ഐ ഹാവ് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. ഞാൻ 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മൈ നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഐ ക്യാൻ വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ. അടുത്ത ഇലക്ഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന് കുട്ടി പറയാണ്. അടുത്ത ആൾ, വൈ ഡു വി വോട്ട്? വൈ ആർ ഇലക്ഷൻസ് ഹെൽഡ്? നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഈ ഇലക്ഷനൊക്കെ നടത്തുന്നത് എന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് മറ്റേ ആൾ പറയാണ്, ഇൻ എ ഡെമോക്രസി പീപ്പിൾ ചൂസ് ദ ഗവൺമെൻറ് ബൈ വോട്ടിംഗ്. ജനാധിപത്യത്തിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഗവൺമെൻറ്റിനെ, സർക്കാരിനെ സ്വയം തിരഞ്ഞെടുക്കുന്നു. എന്തിലൂടെ? വോട്ടിങ്ങിലൂടെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, The above is a dialogue that highlights the importance of election in a democratic system. ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഇലക്ഷൻ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഡയലോഗ് എടുത്തു കാട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡയലോഗിൽ നിന്ന് മനസ്സിലാവുന്ന പോയിന്റ് എന്തൊക്കെയാ? ഈ ഒരു ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരാൾ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വോട്ടേഴ്സ് ഐ ഡി, ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയേക്കുവാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എഴുതാം, റൈറ്റ് ടു വോട്ടിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഇമ്പോർട്ടൻസ് ഓഫ് വോട്ടിംഗ് അല്ലെ ഇലക്ഷൻ, അത് നമുക്ക് പറയാം. പിന്നെന്താ, ഡെമോക്രസിയെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും പോരെ? 3 പോയിന്റ് എളുപ്പമായില്ലേ? ഈ നോക്കിക്കേ, അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 148 എടുക്കുക. അതിനകത്ത് നോക്കിക്കേ, the common perception of democracy is that it involves elections and an elected government. എന്താ പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തിരഞ്ഞെടുപ്പും ഒക്കെ അല്ലേ? തിരഞ്ഞെടുത്ത സർക്കാരും ഒക്കെയുള്ള ഒരു സംവിധാനത്തെയാണ് പറയുന്നത്. But if only these elements are present, can we call that system a democracy? അതായത്, എന്നാൽ ഇവ മാത്രം ഉണ്ടായാൽ ആ ഒരു ജനാധിപത്യം എന്നതിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നോ, ബിക്കോസ് there have been dictators in history who came to power through elections. അതായത് കാരണം എന്താ? ചരിത്രത്തിൽ ചില ഏകാധിപതികളൊക്കെ ഉണ്ട്. ആരാണ് അവർ? അവർ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരത്തിലെത്തിയവർ അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, എന്താണ് ജനാധിപത്യം എന്നുള്ള കാര്യം, ഡെമോക്രസിയുടെ ഒരു ബേസിക് മീനിങ് ഒട്ടും അറിയത്തില്ലേലും ഇത് കേട്ടാൽ നിങ്ങൾക്ക് കത്തും. വാട്ട് ഈസ് ഡെമോക്രസി? നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ജനാധിപത്യം? പലപ്പോഴായിട്ടും കേൾക്കുന്നുണ്ട് ഈ ജനാധിപത്യം. ഇതെന്താണ് സംഭവം? നമുക്ക് നോക്കാം. ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബട്ട് ഓൾസോ എ വാല്യൂ. ജനാധിപത്യം എന്നത് ഒരു ഭരണരീതി എന്ന് പറയുന്നതിലുപരി നമുക്ക് എന്ത് പറയാം? അതൊരു മൂല്യവ്യവസ്ഥയാണ്.
അല്ലേ, മൂല്യവ്യവസ്ഥ കൂടിയാണ്. ഡെമോക്രസി ഈസ് ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഐഡിയാസ് സച്ച് എസ് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, നീതി, പിന്നെ നമ്മുടെ അവകാശങ്ങൾ, ഈ ആശയങ്ങളെല്ലാം കൂടെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു വസ്തുതയാണ്, അല്ലേ? Democracy consists of governments that respect these values and do not intrude upon them. ഈ മൂല്യങ്ങളെ ആദരിക്കുകയും അവയിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ജനാധിപത്യത്തെ നിർമ്മിക്കുന്നത്. അതായത് ഇതിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്ത നല്ല രീതിക്കുള്ള സർക്കാരാണ് നമുക്ക് ആവശ്യം. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദിസ് മീൻസ് that there are limits to the activities of the government. അതായത് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. These limits are set by the constitution. ഈ ലിമിറ്റ്സ് ആരാണ് സെറ്റ് ചെയ്തത്? ഈ പരിമിതികൾ ഭരണഘടനയാണ് നിശ്ചയിച്ചത്. Therefore we can also call modern democracy a constitutionalism. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അതിനാൽ തന്നെ ആധുനിക ജനാധിപത്യത്തെ, അതായത് ഇപ്പോഴത്തെ ജനാധിപത്യത്തെ നമുക്കൊരു ഭരണഘടന അധിഷ്ഠിതമായ ജനാധിപത്യം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വിളിക്കാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡെമോക്രസി, ഭരണഘടനയെ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം. ഓക്കെ. The democracy we see today has been formed through a prolonged process. Let us examine the development and evolution of democracy. ഇന്നത്തെ ജനാധിപത്യം ദീർഘകാല വികസനവും അതുപോലെ പരിണതിയുമായിട്ടുള്ള, അതായത് ഒത്തിരി പരിണിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി എവോൾവ് ചെയ്ത് വന്ന ഒരു രൂപമാണ്. അപ്പോൾ നമുക്കിതിനെ പറ്റി കൂടുതൽ പഠിക്കാം, അല്ലേ? ഈ ജനാധിപത്യത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഈ ജനാധിപത്യം ആദ്യം എവിടെയാണ് ഉണ്ടായത്? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഫസ്റ്റ് കാര്യം. ഗ്രീസ്, ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ജന്മസ്ഥലം എന്ന് തന്നെയാണ് ഇവിടെ, ജന്മഭൂമി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. The origin of democratic system can be traced to the city-states of ancient Greece. Among these city-states നമുക്ക് എന്ത് പറയാൻ പറ്റും? Athens was the most prominent. The word democracy, meaning the power of the people, is derived from the Greek word demos, meaning people, and kratos, meaning power. Athens has a culture that valued individual freedom and individual ability. All decisions concerning the state were made directly by the citizens. Similarly, the military leaders and judges were directly elected by the people. In this way, the democratic system in which the people directly participate in governance and lawmaking is called direct democracy. However, its greatest limitation was the slaves and women did not participate in the democratic system that existed in Athens. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വായിച്ചപ്പോൾ ഒരുപാടുണ്ട്, തലപുകയുന്നു, ചൂടാകുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ഒരു മീനിങ്സ് ജസ്റ്റ് ഒരു ഏകദേശം ഒരു മീനിങ് ആണ് പറയുന്നത്. കറക്റ്റ് മീനിങ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. ജനാധിപത്യത്തിൻ്റെ ഇപ്പോൾ ഫുൾ ഇനിയും വായിക്കണ്ടല്ലോ എന്ന് പറയാം. ജനാധിപത്യത്തിൻ്റെ ജന്മഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഗ്രീസാണ്. പുരാതന ഗ്രീസ്, അതായത് പഴയ കാലത്തെ ഗ്രീസിൽ സിറ്റി സ്റ്റേറ്റുകൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം കണ്ടത്, അതായത് തുടക്കം ഉണ്ടായത്, ഒറിജിൻ അവിടെ നിന്ന് ആണ്. ഈ സിറ്റി സ്റ്റേറ്റുകളിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ഏത്? അഥിനസ് എന്ന് പറയുന്നത്. അഥിനസ് എന്ന് പറയുന്നത്. അപ്പം അതെന്താ? ജനങ്ങളുടെ അധികാരം എന്നർത്ഥമുള്ള ഡെമോക്രസി എന്ന പദം എവിടുന്നാ വന്നത്? ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഏത് വാക്കാണ്? ഡെമോക്രസി എന്ന് പറയുന്നത് ഡെമോസ് എന്ന് ജനങ്ങളെന്നും ക്രാറ്റസ് അധികാരം, ഡെമോക്രാറ്റസ് എന്നുള്ള വാക്കിൽ നിന്നാണ് അപ്പോൾ ഡെമോക്രസി ഉണ്ടായത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റസ് എന്ന് പറഞ്ഞാൽ അധികാരം. അത്രയാണ് അവിടെ പറഞ്ഞത്. ഇനി നോക്കിക്കേ, അഥനീസിൽ സ്വാതന്ത്ര്യത്തെയും വ്യക്തിഗത കഴിവിനെയൊക്കെ വിലമതിക്കുന്ന ഒരു സംസ്കാരമാണ് അവർക്കുണ്ടായിരുന്നത്. അതായത് അവർ ഓരോ വ്യക്തികളുടെയും കഴിവുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വില കൊടുക്കുക, റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ. ആ ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട
ഈ ഒരു ചാപ്റ്ററിൽ സംസ്ഥാനം എന്ന് പറഞ്ഞ ആ ഒരു ഫുൾ സ്ഥലമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്നും ഓർത്തു വെക്കാം. അപ്പം സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പൗരന്മാരൊക്കെ നേരിട്ടായിരുന്നു അന്ന് അവിടെ എടുക്കുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതുപോലെ സൈനിക മേധാവികളൊക്കെ ന്യായാധിപകളും ഒക്കെ ജനങ്ങൾ നേരിട്ടായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അവിടുത്തെ സൈനിക മേധാവികള് പിന്നെ ആരാ, ന്യായാധിപന്മാർ, ഇവരെയൊക്കെ ആരാണ് സെലക്ട് ചെയ്തിരുന്നത്? പീപ്പിൾ. ആ സ്ഥലത്തെ പീപ്പിൾ ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ട ഭരണത്തിലും നിയമനിർമ്മാണത്തിലും പങ്കെടുക്കുന്ന രീതിയെ നമ്മൾ എന്ത് പറഞ്ഞു? ജനാധിപത്യം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നടന്ന ജനാധിപത്യം നേരിട്ടുള്ളതല്ലേ? അപ്പം നമ്മൾ അതിനെ എങ്ങനെ പറയും? നേരിട്ടുള്ള ജനാധിപത്യം ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അതിനീസിൽ നിലനിന്നിരുന്ന ഈ ജനാധിപത്യം ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ പരിമിതി ഒരു കാര്യമുണ്ട്. അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഏതായിരുന്നു? അടിമകൾക്കും സ്ത്രീകൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റൂല. അവിടുത്തെ ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂ അല്ലേ? അടിമകൾക്കും പറ്റില്ല, ആണുങ്ങൾ അടിമയായിട്ടുള്ളവർക്കും പറ്റില്ല, അടിമകൾക്കും പറ്റില്ല, സ്ത്രീകൾക്കും പറ്റില്ല എന്നാണ് ആ ഒരു സ്ഥലത്തെ ഒരു ലിമിറ്റേഷൻ. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയൊരു പരിമിതി, ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഗ്രീസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കേ, ഡയറക്റ്റ് ഡെമോക്രസി ഇൻ ദ കണ്ടംപററി വേൾഡ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സമകാലിക ലോകത്തിലെ നേരിടുന്ന ജനാധിപത്യം ഏതാ, ഇപ്പോൾ ഉള്ള ജനാധിപത്യം ഏതാന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം അത് വലിയ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ പോയിൻ്റായിട്ട് 4 പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ഉണ്ട്. അത് ജസ്റ്റ് പഠിച്ചിങ്ങനെ പോയാൽ മതി. വലിയ പാടൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അത് മുമ്പേ പഠിച്ചൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പാടായിട്ട് തോന്നും കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ഡെമോക്രസി ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ് ഫോം cannot be seen anywhere in the world today. പൂർണ്ണ രൂപത്തിലുള്ള ജനാധിപത്യം, പൂർണ്ണ രൂപത്തിലുള്ള ഡയറക്റ്റ് ഡെമോക്രസിയെ നമുക്കിപ്പോൾ ലോകത്തിൽ എവിടെയും കാണാനായിട്ട് സാധിക്കില്ല. However, some of its devices still exist in many democratic systems. എന്നിരുന്നാലും അതിലെ ചില രീതികളൊക്കെ ഇപ്പോഴും പല ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ്? ഇപ്പോഴും നിലനിൽക്കുന്ന ഡയറക്റ്റ് ഡെമോക്രസിയുടെ കുറച്ച് ഡിവൈസസ് ഏതൊക്കെയാണ്? ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസിയാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us examine what they are. 4 ഉണ്ട്. ആദ്യത്തെയാണ് റെഫറൻഡം. റെഫറൻഡം എന്ന് പറഞ്ഞാൽ എന്താ? റെഫറൻഡം എന്താണ്? വായിച്ചു നോക്കാം. A process in which laws passed by the legislature are submitted to the people for their approval through voting. റെഫറൻഡം എന്ന് പറഞ്ഞാൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെ ജനങ്ങളുടെ അംഗീകാരത്തിനായിട്ട് വോട്ടെടുപ്പ് വഴി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫറൻഡം എന്ന് പറയുന്നത്. നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളെ ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവർക്കൂടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെയും കൂടെ അനുവാദം മേടിക്കാൻ വേണ്ടിയിട്ട് വോട്ടെടുപ്പ് വഴി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് റെഫറൻഡം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, റീകോൾ. എന്താണ് റീകോൾ? The process of removing elected representatives from office when their performance is unsatisfactory. This is implemented by a written request from a specified percentage of voters. Recall എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പ്രവർത്തനം അത്രയ്ക്ക് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ നിശ്ചിത ശതമാനം വോട്ടർമാർ എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയിലൂടെ ആ ഒരു പ്രതിനിധിയെ ഇപ്പോൾ ഉള്ള ആ ഒരു പൊസിഷൻ ഇല്ലേ, ആ ഒരു പദവി, അതിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഇതിൽ നിന്നും നീക്കം ചെയ്യാനായിട്ട് പറ്റും. ആ പ്രക്രിയക്കാണ് നമ്മൾ റീകോൾ എന്ന് പറയുന്നത്. എന്താണ് റീകോൾ എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പ്രവർത്തനം നമുക്ക് അത്രയും തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിശ്ചിത ശതമാനം വോട്ടർമാർ എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയിലൂടെ, അതായത് ഒരാളൊന്നും എഴുതിയാൽ പോരാ, കുറേ പേർക്കും ഈ ഒരു അഭിപ്രായം തന്നെയാണ്, ഒരു ഇത്ര പെർസെൻറ്റേജ് വരെ
ഈ ഒരു അഭിപ്രായം തന്നെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രതിനിധിയെ ആ പദവിയിൽ നിന്നും നീക്കാനുള്ള ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീകോൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ മൂന്നാമത്തേത്. ഞാൻ ഇവിടെ കേട്ടോ പറയുന്ന, പേജ് മാറ്റാൻ മറന്നുപോയി. മൂന്നാമത്തേത് നോക്കാവേ, പ്ലെബിസൈറ്റ്. പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ a method used to ascertain the will of the people on very important public issues. എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, എന്തുവാ അത്? വളരെ പ്രധാനപ്പെട്ട പൊതുവിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് കണ്ടെത്താനുള്ള ഉപയോഗിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു രീതിയാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട പൊതുവിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ്, നേരിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. പേരെന്താ? പ്ലെബിസൈറ്റ്. ഇത് മൂന്നാമത്തേത്. നോക്കിക്കേ നാലാമത്തേത്, ഇനിഷ്യേറ്റീവ്. കേട്ടിട്ടുണ്ടോ? ഇനിഷ്യേറ്റീവ്. A way for people to directly intervene in law making. They submit to the legislature either a draft or complete version of the law they desire. അതായത് നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്ക് നേരിട്ടിടപെടാനുള്ള ഒരു മാർഗമാണിത്. അവർ ആഗ്രഹിക്കുന്ന നിയമത്തിന്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമോ നേരിട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നതിനാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. എന്താണ്? നിയമനിർമ്മാണത്തിൽ നമുക്ക് എന്തെങ്കിലും നേരിട്ടിടപെടാനുള്ള ഒരു മാർഗമാണിത്. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും നിയമം മാറ്റണമെന്നോ ലോ മേക്കിങ്ങിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ, അവരെ അറിയിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഡ്രാഫ്റ്റ് വഴി, അതായത് ഒരു ചെറിയ രൂപമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ കംപ്ലീറ്റ് വേർഷനായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കാൻ പറ്റും. ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം 4 നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? റിഫറൻഡം, റീകോൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. ഓക്കെ, അതാണ് ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ നോക്കാം. Switzerland is a country where direct democratic devices exist. സ്വിറ്റ്സർലാൻഡ് ആണ് നേരിട്ടുള്ള ജനാധിപത്യ ഉപാധികൾ നിലവിലുണ്ടായിരിക്കുന്ന ഒരു രാജ്യം. As the size of the states and population increased, direct democracy in the Greek model became impractical. That is how indirect democracy or representative democracy, in which the people elect their representatives to govern, came into being. Let us examine the features of this system. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മീനിങ് നോക്കിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. ഓക്കെ, സംസ്ഥാനങ്ങളുടെ വലിപ്പവും ജനസംഖ്യയൊക്കെ വർദ്ധിച്ചതോടുകൂടി ഗ്രീക്ക് മാതൃകയിലുള്ള നേരിട്ടുള്ള ജനാധിപത്യം ഇപ്പം സാധ്യമല്ലല്ലോ. അതായത് ഒരുപാട് ആൾക്കാരില്ലേ ഒരു രാജ്യത്ത്, അല്ലേ? അപ്പം അത്രയും പേരെയും വിളിച്ചിട്ട് ഇങ്ങനെ മാറ്റണോ അങ്ങനെ മാറ്റണോ എന്നൊക്കെ ചോദിക്കുന്ന ഓരോരുത്തരുടെ അഭിപ്രായം സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചല്ല, നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഗ്രീക്കിൽ നടന്ന ആ ഒരു മോഡലിലുള്ളത് ഇപ്പം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇംപ്രാക്ടിക്കലാണ്, ഇപ്പോൾ നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ ജനങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ അയക്കുന്ന അപ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യം രൂപം കൊണ്ടു. അപ്പം എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നൊക്കെ പറയുന്ന ഡെമോക്രസി എങ്ങനെയാണ് വന്നേ? അത്ര ഡയറക്റ്റ് പറയുവല്ല, പക്ഷെ വോട്ടിങ്ങിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് എല്ലാവരും, അല്ലേ? അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അല്ലേ? എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ?
അതായത് എന്താ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ അയക്കുന്ന ആ ഒരു അപ്രത്യക്ഷമായിട്ടുള്ള ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യത്തെയാണ് നമ്മൾ ആ ഒരു ഇതിലൂടെ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയും ഓർത്താൽ മതി. ഗ്രീക്കിന്റെ മോഡലിലുള്ളത് ഇപ്പം പറ്റില്ല. കാര്യം ഓരോ സ്ഥലത്തിന്റെയും പോപ്പുലേഷൻ കൂടുന്നു, സ്റ്റേറ്റ്സിന്റെ എണ്ണം കൂടുന്നു. ഇതൊക്കെ കൂടുന്നത് കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടക്കുന്നത് എങ്ങനത്തെയാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് അല്ലേ? അതായത് അപ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഒരുപാടൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റ ഇതിൽ ഇരുന്ന് പഠിക്കാൻ നല്ല പാടായിരിക്കും. അടുത്ത് നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ എവിടെയാ കൊണ്ട് നിർത്തിയത്? ഇൻഡയറക്റ്റ് ഡെമോക്രസി, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി, അവിടെ തൊട്ടായിരിക്കും ഇനി നമുക്ക് നോക്കാനുള്ളത്. അതും അത്യാവശ്യം എളുപ്പമാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, ചാപ്റ്ററും ഒരുപാട് പാർട്ട് പോകുന്നതായിരിക്കും. കാര്യം നല്ല രീതിക്ക് മനസ്സിലാവണേ കുഞ്ഞു കുഞ്ഞു പാർട്ടായിരിക്കും. അപ്പോൾ ശരി, ഇവിടം വരെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കേ, മറന്നുപോകല്ലോ കേട്ടോ. ഇവിടം തൊട്ടാണ് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വന്നേ. നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ അവർക്കൂടെ ഇത് പഠിക്കാനായിട്ട് പറ്റട്ടെ, എളുപ്പമാവട്ടെ. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ലെങ്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പഠിച്ച നേരത്തെ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള അതായിരുന്നു നല്ല ലെങ്തി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ലെങ്തി ഒന്നും അല്ല. പിന്നെ കുറച്ച് വലിയ വലിയ പാരഗ്രാഫ്സ് ആണെന്ന് മാത്രം, അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കൂടെ നിന്നാൽ എല്ലാം നടക്കും. ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള മനസ്സിലാവുന്ന അടിപൊളി ക്ലാസ്സസ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറയുന്ന പോർഷനൊക്കെ തട്ടിവിട്ട് സ്കിപ്പ് ചെയ്ത് ചിലരുണ്ട് കാണും, ലൈക്കും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യത്തില്ല, കമൻറ്റും ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണം. സ്റ്റഡി ടിപ്സ് അടങ്ങിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും പോയി കാണുക. ഓക്കെ, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാ വീഡിയോസും തപ്പി പിടിച്ച് കാണുന്നതിന് പകരം ഒരു എളുപ്പ വഴിക്ക് വേണ്ടി ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പോയിട്ട് മറക്കാതെ തന്നെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ അങ്ങനെ ചെറിയ ചെറിയ പാർട്സായിട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തലയിൽ കയറും. പിന്നെ സ്റ്റഡി ടിപ്സൊക്കെ ഒരുപാട് ഉള്ളൊരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറക്കാതെ അത് രണ്ടും പോയി കാണുക. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ആസിഡ്, ബേസസ്, സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെയും ഇതുപോലെ ഫുൾ പാർട്ടുകൾ ചെറിയ ചെറിയ പാർട്ടായിട്ട് ആ ഒരു ഫുൾ ചാപ്റ്റർ കംപ്ലീഷൻ ചെയ്തിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റിലാക്കി വെച്ചേക്കാം, അപ്പോൾ പോയി കാണണം, മറക്കരുത്. ബയോളജിക്കകത്തെ സെൽ ഓർഗനൽസിനെ പറ്റിയും മൈക്രോസ്കോപ്പിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണണം. അപ്പോൾ ബൈ ഗായ്സ്. Thank you for watching.